നെക്സ്റ്റ് എന്ന് പറയുന്നത് റിമൂവൽ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ഓഡിറ്റർ ആണ് നെക്സ്റ്റ് വൺ. അതായത് ഇത് എസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ഓഡിറ്റർ. അതിൽ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓഡിറ്ററിന് ഒരു കമ്പനിയിലുള്ള ഓർഗനൈസേഷനുള്ള ബുക്സ് നോക്കാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ വൗച്ചേഴ്സ് നോക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് റൈറ്റ് പറഞ്ഞത് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ് ആണ്. അതായത് ഇപ്പോൾ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും, അതുപോലത്തെ ബ്രാഞ്ചസിന് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ട്. തേർഡ് വൺ പറയുന്നത് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഇനി ഏതെങ്കിലും ഒരു എംപ്ലോയി എന്തൊക്കെ തെറ്റുവരുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ളൊരു ട്രാൻസാക്ഷനോ എന്തെങ്കിലും മനസ്സിലാവുന്നില്ല, അപ്പോൾ ആ പേഴ്സണിൻ്റെ അടുത്തോ ബോർഡിൻ്റെ അടുത്തോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ട്. ഫോർത്ത് വൺ റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സ്പെസിഫൈഡ്ലി എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ തെറ്റുപറ്റാം, ചിലപ്പോൾ ജൂനിയർ സ്റ്റാഫൊക്കെ ചെയ്യുമ്പോൾ തെറ്റുവരുത്താം. അപ്പോൾ അതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ള അധികാരം ഓഡിറ്ററിനുണ്ട്. പിന്നെ ഫിഫ്ത്ത് വൺ പറയുന്നത് റൈറ്റ് ടു കമൻറ്റ് ഓൺ ഇനാഡിക്വേസി ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. ചിലപ്പോൾ ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ കമൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ടാവും. സിക്സ്ത് വൺ പറയുന്നത് റൈറ്റ് ടു റിസീവ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. അതായത് എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുക, ജനറൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ട നോട്ടീസ് കിട്ടാൻ വേണ്ടി പറ്റും. അറ്റൻഡ് ചെയ്യേണ്ട അധികാരം ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഒപ്പീനിയൻ. ഹി ഹാസ് എ റൈറ്റ് ടു സീക്ക് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. ചിലപ്പോൾ ഓഡിറ്ററിന് എല്ലാ കാര്യങ്ങൾക്കും അറിയണമെന്നില്ല, ചിലപ്പോൾ ഈവൺ ഓഡിറ്ററിന് വരെ ചിലപ്പോൾ ഡൗട്ട്സ് വരാം, ചിലപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കില്ല, ഡൗട്ട്സ് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ആയിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി എയ്ത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു, അപ്പോൾ അവർക്ക് ഈ ഓഡിറ്ററിന് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു ഇൻഡെംനിഫൈഡ് ഔട്ട് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി അഗെയിൻസ്റ്റ് എനി ലയബിലിറ്റി ഇൻകേർഡ് ബൈ ഹിം. എന്തെങ്കിലും ലയബിലിറ്റി എല്ലാം ഇതാക്കുന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊസീഡിങ്സിൽ ഇതാക്കാൻ വേണ്ടി പറ്റും, അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് നോക്കി എളുപ്പമുള്ള പോയിൻറ്റ്സ് നോക്കിയാൽ മതി. നയൻത്ത് വൺ പറയുന്നത് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ഓഡിറ്ററിന് കൃത്യമായിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഫീസ്, ഓഡിറ്ററിന് ഫീസാണ് കിട്ടുക, സാലറി അല്ലാന്ന് പറഞ്ഞു, അപ്പോൾ ഫീസ് കിട്ടേണ്ട റൈറ്റ് ഓഡിറ്ററിനുണ്ട്. 10th വൺ റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ലാസ്റ്റ് ഓഡിറ്റർ സൈൻ ചെയ്താൽ മാത്രമേ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താവുള്ളൂ, ഒരു പ്രോപ്പറായി മാറുന്നുള്ളൂ, ഒത്തൻറ്റിക് ആയിട്ടുള്ള മാറുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈൻ ചെയ്യേണ്ട അധികാരം ഓഡിറ്ററിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ്സ് പറഞ്ഞത്. റൈറ്റ്സിൽ ബുക്ക് ആക്സസ് ചെയ്യേണ്ട റൈറ്റ് ഉണ്ട്, ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫർമേഷൻ കിട്ടും, പിന്നെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം, പിന്നെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇന്നാഡിക്വേസി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ജനറൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ട റൈറ്റ് ഉണ്ട്, പിന്നെ ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഒപ്പീനിയൻ വാങ്ങാം, പിന്നെ റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് പറഞ്ഞു, എന്തെങ്കിലും ലയബിലിറ്റി ഒക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഓഡിറ്ററിന് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാം, എന്തെങ്കിലും അയാളെ ഭാഗത്തു നിന്ന് മറ്റിയാലോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പിന്നെ റിമ്യൂണറേഷൻ കിട്ടണം, അവർക്ക് ഫീസായിട്ടുള്ള പൈസ കിട്ടണം. പിന്നെ റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടത് ഇവർക്കാണ് റൈറ്റ് ഉള്ളത്. നെക്സ്റ്റ് ഡ്യൂട്ടീസ്. ഇത് കുറച്ച് എഴുതുമ്പോൾ കുറച്ച് വൈഡായിട്ട് തന്നെ എഴുതുക, ഡ്യൂട്ടീസൊക്കെ ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് ലീഗലായിട്ടുള്ള ഡ്യൂട്ടീസാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ്, എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഓഡിറ്ററിന് അറിയാൻ വേണ്ടി പറ്റും. ഡ്യൂട്ടി ടു റിപ്പോർട്ട് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം, അയാൾ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഷെയർ ഹോൾഡേഴ്സിനും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുക. ഡ്യൂട്ടി അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, മൈനിങ് കമ്പനീസിനും അങ്ങനത്തെ ഓരോരോ കമ്പനീസിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ടാവും, അപ്പോൾ അത് നോക്കുക. 4th വൺ ഡ്യൂട്ടി ടു റിപ്പോർട്ട് പ്രോസ്പെക്ടസ് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക, അപ്പോൾ അതൊക്കെ നോക്കേണ്ടി വരും. ഡ്യൂട്ടി ടു ക്ലാരിഫൈ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി പാപ്പർ അങ്ങനെ തീരെ ഇതില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ
സോൾവൻസി ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്ററിന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്, ചിലപ്പോൾ ഗവൺമെൻറ് ഇൻസ്പെക്ടേഴ്സിനൊക്കെ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് അസിസ്റ്റൻസ് ആയിട്ട് ഓഡിറ്റർ പോകാൻ വേണ്ടി പറ്റും. ഡ്യൂട്ടി ടു അസിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവരെ അസിസ്റ്റൻസ് ആയിട്ട് ഓഡിറ്റർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ എന്തെല്ലാം ഡ്യൂട്ടീസാണ് പറയുന്നത്. അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഓഫ് ഇൻഡസ്ട്രി, എത്രയാണ് യൂസ് ചെയ്യാത്ത റിസോഴ്സ് അത് പറയാം. ഇപ്പോൾ ഓർഗനൈസേഷനിൽ എല്ലാ റിസോഴ്സും ഉപയോഗിക്കണമെന്നില്ല, അപ്പോൾ ഉപയോഗിക്കാതെ എത്രത്തോളം റിസോഴ്സ് ഉണ്ട് അത് പറയാം. സെക്കൻഡ് വൺ, പൊസിഷൻ ഓഫ് കറണ്ട് അസറ്റ്, ഒരു ഓർഗനൈസേഷനിൽ കറണ്ട് അസറ്റ് എത്രത്തോളം യൂസ് ചെയ്തു, അതിൻ്റെ പൊസിഷൻ എന്താണ് അത് പറയാം. സി പറയുന്നത് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വേറ്റ്, അതിൽ ഫസ്റ്റ് വൺ, നോട്ട് അലൗഡ് ടു ഗീവ് എനി ഷെയർ ഓഫ് ഹിസ് റെമ്യൂണറേഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് ബിസിനസ്, അതായത് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇയാൾ പൈസ പകുതി വേറെ തരാം എന്നിട്ട് എനിക്ക് ബിസിനസ് തരണം അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റൂല. ഇത് പ്രൊഫഷണലി ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അതായത് വേറെ ആൾക്ക് പകുതി പൈസ കൊടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് ബിസിനസ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊന്നും ഓഫറിങ് ചെയ്യാൻ വേണ്ടി പാടില്ല. സെക്കൻഡ് വൺ, ഡ്യൂട്ടി ബിഫോർ ആക്സെപ്റ്റിംഗ് ന്യൂ ജോബ് ഷുഡ് ബി കൺസെൻറ്റ് ഓഫ് റിട്ടയറിങ് ഓഡിറ്റർ, ചിലപ്പോൾ ഒരു ഓഡിറ്റർ അവിടെ ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ ആ ഓഡിറ്റർ റിട്ടയർ ചെയ്യുന്നതാണ് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അയാളടുത്തും കൂടി കൺസേൺഡ് വാങ്ങുക, അല്ലാണ്ട് നമ്മൾ ഇതാക്കലില്ല, ജസ്റ്റ് ഒന്ന് പെർമിഷൻ പോലെ നമ്മളും അവരുടെ കൺസേൺഡ് ഒന്ന് പറയാം, വാങ്ങണം. പിന്നെ അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഷുഡ് നോട്ട് റെസ്പോണ്ട് ടു അഡ്വർടൈസ്മെൻറ്റ്സ്, ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊന്നും അവരധികം തലയിടാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നോ അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിലും ഓഡിറ്റർ ഇൻവോൾവ് ആവാൻ വേണ്ടി പാടില്ല. പിന്നെ അതുപോലെ ലീഗലി ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻ, ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് വിത്ത് കെയർ, കൃത്യമായിട്ട് ഡ്യൂട്ടീസ് വിത്ത് കെയർ ചെയ്യണം. പിന്നെ ഷുഡ് നോട്ട് അഡോപ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് സസ്പീഷൻസ് ടുവേർഡ്സ്, അതായത് ബ്ലഡ് ഹൂണ്ട് ആവാൻ വേണ്ടി പാടില്ല, ജസ്റ്റ് വാച്ച് ഡോഗ് ആയിരിക്കണം, ബ്ലഡ് ഹൂണ്ട് ആവാൻ വേണ്ടി പാടില്ല. ഒരു സംശയരോഗത്തോട് കൂടിയിട്ട് അവിടുത്തെ സ്റ്റാഫിനെ കാണാൻ വേണ്ടി പാടില്ല. പിന്നെ കൃത്യമായിട്ട് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ്സും ഡ്യൂട്ടീസും വരുന്നത്. ഇത് എസ് വരുന്ന ക്വസ്റ്റ്യനാണ്, റൈറ്റും ഡ്യൂട്ടീസും വരുന്നത്. ഡ്യൂട്ടീസിൽ ജസ്റ്റ് എൻക്വയറീസ് മേക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട് കൃത്യമായിട്ട് ആക്കുന്നത് റിപ്പോർട്ട് ചെയ്യുക, പ്രോസ്പെക്റ്റ് റിപ്പോർട്ട് ചെയ്യുക, ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക, പിന്നെ സോൾവൻസി ഡിക്ലെയർ ചെയ്യുക. അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് നോക്കി നോക്കാം. പിന്നെ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ റിസോഴ്സ് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ കറണ്ട് അസറ്റിൻ്റെ പൊസിഷൻ എത്രയാണ് അത് പറയുക. പിന്നെ റെമ്യൂണറേഷൻ കിട്ടുക. പിന്നെ അതുപോലെ അവരുടെ റെമ്യൂണറേഷൻ വേറെ ആർക്കും ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. പിന്നെ റിട്ടയറിങ് പാർട്ട്ണർ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവരൊരു ഓഡിറ്റർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവരെ കൺസേൺ വാങ്ങണം, നമ്മളവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവരെ കൺസേണും കൂടി വാങ്ങണം. പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെ ഡ്യൂട്ടി ചെയ്യണം. പിന്നെ സംശയരോഗം പോലെ ഓരോരോ ആൾക്കാരും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ കൃത്യമായിട്ട് സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.